മദ്യനയത്തിൽ മാറ്റം വരുമെന്ന സൂചന നൽകിയ എക്സൈസ് മന്ത്രി എം ലിജു ഇന്നലെ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് പ്രവർത്തനങ്ങളിലും നയത്തിലും സമൂല മാറ്റം കൊണ്ടുവരുമെന്ന് മന്ത്രി അറിയിച്ചത്. നിർദ്ദേശങ്ങൾ എഴുതി നൽകാനും ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു. സെയ്ഫ് സൈലാബ്ദീൻ വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് നിന്ന് സെയ്ഫ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതൊരു മന്ത്രിസഭയും സംബന്ധിച്ചിടത്തോളം മദ്യനയം എന്ന് പറയുന്നത് വലിയ തലവേദനയുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്തവണ സമൂലമായൊരു മാറ്റം എന്ന് പറയുമ്പോൾ വളരെ പോസിറ്റീവായ എന്തൊക്കെ മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണം? കഴിഞ്ഞ സർക്കാരിന്റെ മദ്യനയത്തിൽ നിന്ന് വ്യത്യസ്തമായ സമീപനങ്ങൾ ഈ സർക്കാരിന്റെ മദ്യനയത്തിൽ ഉണ്ടാകുമെന്ന സൂചനയാണ് ജിൽസി ഇന്നലെ എക്സൈസ് മന്ത്രിയായി എം ലിജു അവരുടെ ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ, എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ നൽകിയത്. മാറ്റം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 10 വർഷത്തെ ആ സർക്കാർ തുടരുന്ന ആ മദ്യനയത്തിൽ നിന്ന് സമ്പൂർണ്ണമായ ചില മാറ്റങ്ങൾ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. മുഖ്യമന്ത്രി അതിൻ്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം എക്സൈസ് മന്ത്രിക്ക് നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യതല യോഗം അദ്ദേഹം ചേർന്നത്. ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടത് നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥർ എഴുതി നൽകണം എന്നുള്ളതാണ്. ഉദ്യോഗസ്ഥരുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് ഉദ്യോഗസ്ഥർ മദ്യനയത്തിൽ എന്തൊക്കെ തരത്തിലുള്ള മാറ്റം വരുത്തണമെന്ന് നിർദ്ദേശം എഴുതി നൽകണം. അതിനൊപ്പം തന്നെ പൊതുജനങ്ങളുടെ അഭിപ്രായം തേടാൻ വേണ്ടി ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ മദ്യനയത്തിൽ അങ്ങനെ പൊതുജനങ്ങളുടെ അഭിപ്രായം സാധാരണഗതിയിൽ സർക്കാർ തേടാറില്ല. ഒരു മുന്നണി യോഗത്തിൽ അത് ചർച്ച ചെയ്ത് ആ മുന്നണിയുടെ ഒരു രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മദ്യനയം രൂപീകരിക്കുന്നത്. ഇതിപ്പോൾ പൊതുസമൂഹത്തിൽ നിന്ന്, പൊതുജനങ്ങളിൽ നിന്ന് അഭിപ്രായം തേടാൻ വേണ്ടിയുള്ള തീരുമാനം കൂടി പുതിയ സർക്കാർ എടുക്കുകയാണ്. പലതരത്തിലുള്ള മാറ്റങ്ങൾ, ബാറുകളുടെ പ്രവൃത്തി സമയം 10 മണി മുതൽ 12 മണി വരെ ആക്കിയതിനകത്ത് മാറ്റമുണ്ടാകുമോ? അതുപോലെ തന്നെ ലൈസൻസ് ഫീസിൻ്റെ കാര്യത്തിൽ മാറ്റമുണ്ടാകുമോ? ഇപ്പോൾ ലൈസൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന FL3, അതുപോലെ തന്നെ 4 സ്റ്റാർ 5 സ്റ്റാർ തുടങ്ങിയ ബാറുകൾക്കാണ് ലൈസൻസ് കൊടുത്തിരിക്കുന്നത്. അതിലേതെങ്കിലും തരത്തിലുള്ള മാറ്റം വേണമോ? വിനോദസഞ്ചാര മേഖലകളിൽ മദ്യത്തിന് കൂടുതൽ ഇളവ് നൽകിയിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റമുണ്ടാകും. അങ്ങനെ വിവിധ തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉദ്യോഗസ്ഥരിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും തേടിക്കൊണ്ട് ഒരു മാറ്റമാണ് എക്സൈസ് വകുപ്പ് ആഗ്രഹിക്കുന്നത് എന്ന് തോന്നുന്നു. അതിനൊപ്പം തന്നെ കൂടുതൽ അംഗബലം കൂട്ടാൻ, എക്സൈസ് വകുപ്പിൽ കൂടുതൽ അംഗബലം കൂട്ടാൻ വേണ്ടിയുള്ള തീരുമാനം ഉടനെ ഉണ്ടാകും എന്നാണ് ലഭ്യമാകുന്ന വിവരം. മദ്യനയത്തിന് ഇനി സമയമുണ്ട്. അടുത്ത ഏപ്രിൽ 1 മുമ്പ് മാർച്ച് 31 പുതിയ മദ്യനയം നടപ്പാക്കിയാൽ മതിയാകും. അതുകൊണ്ട് സമയമുണ്ട്. ഇതിനിടയിൽ വിവിധ തരത്തിലുള്ള ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ നമുക്കത് കാണാൻ കഴിയും. എന്തായാലും കഴിഞ്ഞ സർക്കാരിൻ്റെ മദ്യനയത്തിൽ നിന്ന് കാതലായ മാറ്റം പുതിയ സർക്കാരിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ജിൽസി, ശരി. സെയ്ഫ് സൈലാബ്ദീനാണ് വിവരങ്ങൾ നൽകിയത്.